ഹലോ ഫ്രണ്ട്സ്, 2024 ആഗസ്റ്റിൽ ഞാൻ നടത്തിയ കശ്മീർ യാത്രയെപ്പറ്റിയാണ് ഈ വീഡിയോ. കോഴിക്കോട് നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിലും, ഡൽഹിയിൽ നിന്നും ജമ്മുവിലേക്ക് ബസ്സിലും, ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഷെയർ ടാക്സിയിലുമാണ് പോയത്. ആ ജമ്മുവിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ശ്രീനഗറിലെത്തിയത്. ശ്രീനഗറിലെ ഡാൽ ലേക്കിലെ ഹൗസ് ബോട്ടിലായിരുന്നു ഞാനന്ന് സ്റ്റേ ചെയ്തത്. ആ ഹൗസ് ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണിത്. ഇതുപോലൊരു വഞ്ചിയിലായിരിക്കും നമ്മളെ അവർ കൊണ്ടുപോവുക. ശ്രീനഗറിൽ നിങ്ങൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ ഹൗസ് ബോട്ടുകൾ. ചിലവൊക്കെ നമ്മൾ പുറത്തൊരു റൂം എടുത്താലുണ്ടാവുന്ന ചിലവിന് ഏകദേശമൊക്കെ ഈക്വലാണ്. എനിക്കന്ന് 800 രൂപയ്ക്കാണ് ഒരു ഹൗസ് ബോട്ട് കിട്ടിയത്. മാത്രമല്ല പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കുമല്ലോ. ഇതുപോലെ അക്കോമഡേഷന് വേണ്ടിയുള്ള ഹൗസ് ബോട്ടുകളാണ് നിങ്ങളിതിൻ്റെ ചുറ്റും കാണുന്നത്. മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഈ ഹൗസ് ബോട്ടുകൾ സഞ്ചരിക്കുന്നവയല്ല. അങ്ങനെ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്ത ശേഷം പിറ്റേന്ന് ഞാൻ പോയത് സോൻമർഗിലാണ്. സോൻമർഗിൻ്റെ കാഴ്ചകളാണിത്. സോൻമർഗിലെ തജിവാസ് ഗ്ലേഷ്യറിലാണ് പോയത്. അങ്ങനെ അന്ന് മുഴുവൻ സോൻമർഗിൽ സ്പെൻഡ് ചെയ്തു, അവിടെ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് നേരെ ഈ ഒരു വണ്ടി പിടിച്ച് ലഡാക്കിലേക്ക്. സോൻമർഗിൽ നിന്നും ലഡാക്കിലേക്കുള്ള ഈ ഒരു വഴി കുറച്ച് അപകടം പിടിച്ച വഴിയാണ് കേട്ടോ. ഇതുപോലെ ആട്ടിൻകൂട്ടങ്ങളൊക്കെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും. ആ വഴിയിൽ തന്നെയാണ് കാർഗിലും. കാർഗിലിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. മനോഹരമായൊരു ടൗണാണ് കാർഗിൽ. ചുറ്റും നല്ല കൂറ്റൻ പർവ്വതങ്ങളൊക്കെ ആയിട്ട്. 1999 യുദ്ധത്തിൽ ഇവിടെ വെച്ചായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. പതിയെ പതിയെ ലഡാക്കിൻ്റെ ആ ഒരു മനോഹരമായ ഭൂപ്രകൃതി ദൃശ്യമായി തുടങ്ങി. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ആദ്യമായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളന്ന് കാണുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ ചെന്ന ഒരു ഫീല്. കശ്മീരിൻ്റെ ആ പച്ചപ്പൊന്നും ലഡാക്കിനില്ല. പക്ഷേ കശ്മീരിലില്ലാത്ത മറ്റെന്തൊക്കെയോ ഉണ്ട് ഈ സ്ഥലത്തിന്. അത് പറയാൻ നമുക്ക് പോസിബിൾ അല്ല. നിങ്ങൾ ഇവിടെ എത്തി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അങ്ങനെ അന്ന് രാത്രി ലഡാക്കിൻ്റെ ക്യാപിറ്റലായ ലേയിൽ സ്റ്റേ ചെയ്തു. പിറ്റേന്ന് ലേയിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് സോൻമാർഗിലേക്ക് വരുന്ന വഴിയാണിത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളായിരുന്നു ആ വഴിയിലുടനീളം. കോടമഞ്ഞൊക്കെ ഇങ്ങനെ കടൽ പോലെയായിരുന്നു. എന്നിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. താഴെയുള്ള കാഴ്ചകളൊന്നും കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ബസ്സിലായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. ബസ്സിൻ്റെ വിൻഡോ അടച്ചിട്ടിരുന്നു, നമ്മൾ ഗ്ലാസ് അടച്ചിരുന്നു. കാരണം അത്രയ്ക്ക് തണുപ്പായിരുന്നു. ഇത് തുറന്നാലേ തണുത്തിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് വിൻഡോ ഈ ഗ്ലാസ് നമ്മൾ അടച്ചിട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ കാഴ്ചയ്ക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത്. ഈ പ്രദേശം പോലെ തന്നെ ഇവിടുത്തെ മനുഷ്യരും നല്ല മനുഷ്യരായിരുന്നു കേട്ടോ കശ്മീരിലെ. പിന്നെ ഇവിടെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്, ഇത്തരത്തിലുള്ള യാത്രകളിലൊക്കെ അവർ സ്മോക്ക് ചെയ്യും ബസ്സിലൊക്കെ ഇരുന്നിട്ട്. അതുമാത്രമേ എനിക്ക് അവരുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ പിറ്റേന്ന് ശ്രീനഗറിൽ നിന്നും നാട്ടിലേക്ക് പുറപ്പെട്ടു. നാട്ടിലേക്ക് ഫ്ലൈറ്റിലാണ് വന്നത്. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയായിരുന്നു അത്. അതിൻ്റെ മുഴുവൻ എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എൻ്റേത് വിൻഡോ സീറ്റും ആയിരുന്നു. അപ്പോൾ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനും പറ്റി. ശ്രീനഗറിൽ നിന്ന് മുംബൈയിലേക്കായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ്. അപ്പോൾ മുംബൈ എത്താറായപ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എണ്ണമറ്റ കൂറ്റൻ കെട്ടിടങ്ങളാണ് മുംബൈയുടെ ആകാശ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് ജംഗിൾ തന്നെ. അങ്ങനെ ശ്രീനഗറിൽ നിന്ന് മുംബൈയിലേക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ടെത്തി. ഇനി മുംബൈയിൽ നിന്നും കോഴിക്കോട്ടേക്ക് അടുത്ത ഫ്ലൈറ്റ് കയറണം. മുംബൈ ടെർമിനലിൽ ഇറങ്ങിയിട്ട് മറ്റൊരു ടെർമിനലിലേക്ക് പോകാൻ ഓട്ടോയൊക്കെ പിടിച്ച് പോകേണ്ടി വന്നു. അത്രയ്ക്ക് ദൂരമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ഫ്ലൈറ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്താറായപ്പോഴുള്ള കാഴ്ചകളാണിത്. പച്ച പതിച്ച് കിടക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ. എത്രയൊക്കെ മനോഹരമായ സ്ഥലങ്ങൾ കണ്ടാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴുള്ള അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ഞാൻ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. 10 ദിവസം നീണ്ട യാത്ര.